എന്നെ സേവിക്കുന്ന പ്രിയ സൗരസ്ഥലമാരെ ഏവർക്കും ക്രിസ്തു യേശു സ്നേഹവന്ദനം. നിങ്ങളേവരെയും ജീവിക്കുന്ന ക്രിസ്തു സമ്പൂർണ്ണമായി അനുഗ്രഹിക്കുന്നതാകട്ടെ. ആമേൻ. ഇപ്പോൾ ചിന്തിക്കുന്നത് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം അതിന്റെ 12-ാം വാക്യമാണ്. ക്രൂശിലെ സന്ദേശം നശിച്ചു പോകുന്നവർക്ക് പോഷത്വം, എന്നാൽ രക്ഷപ്പെടുന്ന നമുക്ക് ദൈവശക്തിയുമാകും. അക്കാലത്ത് റോമ സാമ്രാജ്യത്തിന്റെ കീഴിൽ വളരെ പൈശാച്യവും മൃഗവുമായ തിരസ്കരിക്കപ്പെട്ട ഒരു ശിക്ഷാരീതിയായിരുന്നു ക്രൂശികൾ. തന്റെ മക്കളെ പാപത്തെ വീണ്ടെടുക്കാനായി കർത്താവ് ആ ക്രൂശ് മരണത്തെ തിരഞ്ഞെടുത്തു. എന്നാൽ ക്രൂശ് മരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും ഒരു വിശ്വാസിക്ക് പാവമോചനവും ലക്ഷ്യം ലഭിക്കുന്നു എന്നത് അവിശ്വാസികൾക്ക് വിശ്വസിക്കാൻ സാധ്യമല്ലാത്ത ഒരു കാര്യമായിരുന്നു. അത് അന്നും അവിശ്വാസികളുണ്ടായിരുന്നു, ഇന്നും ഉണ്ടായിരുന്നു. അവർ അന്നും വിശ്വസിച്ചില്ല, അവർ ഇന്നും വിശ്വസിക്കുന്നില്ല. ഹല്ലേലൂയ. ഗ്രീക്കുകാരാകട്ടെ തത്വചിന്തയും ജ്ഞാനത്തെയും തിരഞ്ഞെടുത്തു കർത്താവിനെ തള്ളിക്കളഞ്ഞു. യഹൂദന്മാരാകട്ടെ ശക്തനായ ഒരു മിശിഹ ലോകത്തേക്ക് വരുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അശക്തനും ബലഹീനനും ക്രൂശിതനുമായ മിശിഹായെ അവർ തള്ളിക്കളഞ്ഞു. അവരുടെ വചനത്തെയും തള്ളിക്കളഞ്ഞു. ഹല്ലേലൂയ. എന്നാൽ പൗലോസ് കിലിക്കിയിലെ തർശിസിൽ ജനിക്കുകയും ഇസ്രായേൽ ജാതിക്കാരനും ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ടവനും യെരുസലേമിൽ ഗമാലിയന്റെ കാൽക്കലിരുന്ന് മോശയുടെ തോറയും സർവ്വ നിയമങ്ങളും പഠിച്ചവനുമായിരുന്നു. അവൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ അറസ്റ്റ് ചെയ്യാനായി ജയിലിൽ അടയ്ക്കാനായി സിനൂഹിൽ നിന്നും അധികാരപത്രവുമായി ദമാസ്കസിൽ യാത്ര ചെയ്യുമ്പോൾ കർത്താവ് അവനെ അവിടെ വെച്ച് അറസ്റ്റ് ചെയ്തു. അവന്റെ ലോകത്തെ കണ്ണ് അടഞ്ഞുപോയി. ഒരുവൻ ഇരുട്ടായിപ്പോയി. ഹല്ലേലൂയ. എന്നാൽ അവന്റെ അകത്തെ കണ്ണെ തുറന്ന് കർത്താവ് തന്റെ വലുപ്പവും തന്റെ ശക്തിയും ക്രൂശിലെ ആ രക്ഷയും അവനെ കാണിച്ചു കൊടുത്തു. അവനത് മനസ്സിലാക്കി. ദൈവാത്മാവ് അവനെ കടന്നു വന്നു. അവൻ ശക്തി പ്രാപിച്ചു. ഹല്ലേലൂയ. പ്രിയരേ, 16 ലേഖനങ്ങൾ അവൻ എഴുതി സഭയെ സമ്പുഷ്ടമാക്കി. ഹല്ലേലൂയ. സഹോദരനെ, കർത്താവ് തന്റെ ക്രൂശ് മരണത്തിലൂടെ നമ്മോടുള്ള സ്നേഹവും വാത്സല്യവും കൃപയും പ്രകടമാക്കി. ഹല്ലേലൂയ. ക്രൂശ് മരണത്തിൽ സകലമുണ്ട്, അതിൽ രക്ഷയുണ്ട്. ഹല്ലേലൂയ. അതിൽ ജീവനുണ്ട്. ഹല്ലേലൂയ. ക്രൂശ് മരണം അത് നമുക്ക് ക്ഷമിക്കാനുള്ള കൃപ നൽകുന്നു, സഹിക്കാനുള്ള കൃപ നൽകുന്നു. ഹല്ലേലൂയ. സുഹൃത്തുക്കൾക്കും സ്വന്തം ജീവനെ ബലി നൽകാനുള്ള ആ വലിയൊരു മനസ്സ് നമുക്ക് കാണിച്ചു തരുന്നു. ഹല്ലേലൂയ. കർത്താവ് നമുക്കായി സ്വന്തം ജീവനെ ക്രൂശിൽ ബലിയർപ്പിച്ചവനാണ്. ഹല്ലേലൂയ. നമുക്ക് കണ്ണടച്ച് നശിച്ചു പോകുന്നവർക്ക് പോഷത്വമായിരുന്ന ക്രൂശിലെ സന്ദേശം അവർക്ക് രക്ഷയായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, നശിച്ചു പോകുന്ന ആളുകൾക്ക് പോഷത്വമായിരിക്കുന്ന ക്രൂശിലെ സന്ദേശം അവർക്ക് രക്ഷയായി തീരണേ എന്ന് ഞങ്ങൾ അവർക്കായി മധ്യസ്ഥയിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, ഹല്ലേലൂയ. ക്രൂശിലെ സന്ദേശം ഞങ്ങൾക്ക് ദൈവശക്തിയായി, അവിടുത്തെ രക്ഷയായി, അടയാളമായി തീരുവാൻ കൃപയറണമേ. പ്രാർത്ഥനയുടെ കൃപയായി സ്തോത്രം. യേശുക്രിസ്തുവിൻ നാമത്തിൽ.